അപ്പൊ നമ്മള് ഈ ഒരു പൂവിന്റെ ഈ ഒരു ചെടിന്റെ ഉടമ നമ്മുടെ അടുത്ത് തന്നെ ഈ സെന്ററിൽ നിൽക്കുന്ന ആളാണ്. നിങ്ങൾ പേരെന്താ? നിഷിത. അപ്പൊ നമ്മള് ഉണ്ണിയേട്ടൻ കേട്ടോ. ഉണ്ണിയേട്ടൻ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് തന്നെ ഇതല്ലേ നിങ്ങള് ഉണ്ണിയേട്ടനെ ആ പൂവും കൂടി ഒരുമിച്ച് കാണും നോക്കിയാൽ വെച്ചിട്ട് 2014 ലാസ്റ്റിലാണ് 10 വർഷമായില്ലേ? അതെ അതെ. ഒരു കിരീടം വെച്ച മാതിരില്ലേ നമ്മളെ ചായക്കടക്ക് ഒരു കിരീടം വെച്ച മാതിരി. ഇതല്ല ഈ ഒരു ചെടീന്റെ മുരടാണ് കേട്ടോ. ഇതുണ്ടോ ഇത്രയും വലുപ്പം. പിന്നെ ഈ അതിർത്തി വരമ്പ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണല്ലോ. ചെടികൾക്കോ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അങ്ങനത്തെ കാര്യമില്ല. ഒരു ഉദിപ്പ് വെയിലുണ്ടല്ലോ, ആ വെയിലിനാണ് ഇതിന്റെ മഞ്ഞ കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കുക. ആ സമയം ഞങ്ങൾക്ക് മിസ്സായിരുന്നു. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് നല്ലളം ഡീസൽ പവർ പ്ലാന്റിൻ്റെ ഭാഗത്തുള്ള ഒരു സ്ഥലത്താട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല, ഒരു അടിപൊളി ഒരു സ്പോട്ട്, ഒരു ചായക്കട, നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ ചായക്കട. ആ ചായക്കടൻ്റെ മുകളിലൊരു സംഭവമുണ്ട്. ആ സംഭവമാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ബാക്കി അങ്ങോട്ട് സെറ്റായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ചായക്കടന്നത് കണ്ടില്ലേ, ചായക്കട ഇങ്ങനെ മൊത്തം ഇങ്ങനെ മൂടി ഒരു കിരീടം പോലെ മുകളിൽ കണ്ടില്ലേ ഒരു ഇത് അടിപൊളിയാക്കിയിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇത് കണ്ടിട്ടും ഇത് ചാടിക്കാൻ ഇതിനട പൂ പിടിച്ച് നിൽക്കുന്ന നോക്കിയാണ് അല്ലേ? അടിപൊളി. ഇത് എങ്ങനെയാണ് ഇതിപ്പോൾ എത്ര വർഷം ഇവിടെ കഴിച്ചിട്ട് അറിയാം നിങ്ങൾക്ക്? 2018, 19 കാലഘട്ടത്തിലല്ലേ? അതിന്റെ ഉള്ളിൽ 2021 ഫോട്ടോ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ഉടമയോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയട്ടാ അല്ലേ? ഉണ്ണിയേട്ടാ ഒന്ന് പുറത്തേക്ക് വരുമോ? ഫോട്ടോ ഇങ്ങോട്ട് വരി ആ ഫോട്ടോയിട്ട്. ഭയങ്കര ഭംഗിയാട്ടോ. അപ്പൊ നമ്മൾ ഉണ്ണിയേട്ടൻ കേട്ടോ. ഉണ്ണിയേട്ടൻ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് തന്നെ ഇതല്ലേ നിങ്ങള് ഉണ്ണിയേട്ടനെ ആ പൂവും കൂടി ഒരുമിച്ച് കാണുമ്പോൾ നോക്കിയാണ്. ഉണ്ണിയേട്ടന്റെ ചായക്കട ഇതിപ്പോ എത്ര വർഷമായിട്ട് ഇങ്ങനെ? 2018, 19, 20 ഓരോ കൊല്ലത്തില് ഒരു 6 ദിവസം ഈ പൂവ് ഉണ്ടാവില്ലേ? പൂവിന്റെ പേര് രക്തപുഷ്പാഞ്ജലി പുഷ്പം. രക്തപുഷ്പം എന്നാണ് ഇതിന്റെ പേര്. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് തൈ കിട്ടിയത്? ഞങ്ങൾ ഇവിടുത്തെ തൊട്ടടുത്തില്ല നമ്മളെ കേരള വിഷനിലെ ഓരോ വീട്ടിൽ ഉണ്ടാക്കുന്ന നിഷ സുരേഷിന്റെ ഒരേ വീട്ടിൽ നിന്ന് വാങ്ങിയതാ? അല്ല, ഒരു വള്ളിയായിട്ട് വന്നതാ. ഒരു ഇങ്ങോട്ട് വിട്ടതാണ്. നമ്മളെ കടയിലേക്ക് വിട്ടതാണ്. അവരന്ന് ചോദിച്ചെന്നോട് കേരള വിഷയിലെ. കാരണം വെച്ചാൽ ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ ഒരു സംഭവം. നല്ല മനോഹരമായിട്ട്. എങ്ങനെ സമയം കായ്ക്കല്? ഡിസംബർ, നവംബർ ആ സമയത്ത് ഒരു 6 ദിവസം ഇത് ഫുള്ള് കവർ ചെയ്തുണ്ടാവില്ലേ? പൂമ്പാറ്റ, വണ്ടുകളെ ഈ വെയിലുകളൊക്കെ കൂടുമ്പോൾ പെട്ടെന്ന് ഈ സ്മെല്ല് ഈ വണ്ടിന് വരും. ഫുള്ളുണ്ടാവും. ഫുള്ള് തേനീക്ക് സ്മെല്ലുണ്ടത്. നല്ല സ്മെല്ല്. ഈ മുമ്പൊക്കെ സ്മെല്ല് വല്ലാണ്ടാവും. വെയിലറക്കുമ്പോൾ സ്മെല്ലുണ്ടാവും. സ്മെല്ലുണ്ടാവില്ലേ? നിങ്ങളുടെ അടുത്തൊരു ഫോട്ടോ ഉണ്ടെന്ന് അറിയാം, അതൊന്ന് എടുത്താണ്. 2021 ഫോട്ടോ അത്. ഞങ്ങൾ 2021 അന്നല്ലേ എടുത്ത ഫോട്ടോ അത്. 2019 മുതൽ ഇപ്പൊ 5 വർഷത്തോളായിട്ട് ഇങ്ങനെ ഉണ്ട്. 6 ദിവസം മാത്രമേ ദിവസം ഫുള്ള് കവറിങ് ഉണ്ടാവും. പിന്നെ ഇലൊക്കെ പോകും, ഫുള്ള് പോകും. പിന്നെ വള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. വള്ളി മാത്രം. പിന്നെ പച്ചയായിട്ട് മാറും. പച്ചയായിട്ട് മഞ്ഞ ഫുള്ള് പോയിട്ട് പച്ചന്നെ തന്നെ. ഭയങ്കര ഭംഗിയായിട്ടത് കാണാന്. നമുക്ക് ഇവിടെ വന്നാല് ചായ മാത്രല്ല ഈ ഒരു മനോഹര കാഴ്ച കൂടി കാണാം. നാടൻ മോര്, പാല് കാച്ചി മോര് ഇവിടെ ഉണ്ട്. ഒരു ഗ്ലാസിന് 20 ഉറുപ്പേ ഉള്ളൂ. അതെ, ഇവിടെ ഐറ്റം ഫുഡും ഉണ്ട്. നമുക്ക് ഈ ഫ്ലവറും കണ്ട് സെറ്റ് ആവട്ടോ. ഇതിന് ബാക്കിലുണ്ടല്ലേ? ബാക്കിൽ പോയാൽ കാണാം. ഷൂട്ട് ചെയ്ത് കാണാം. നല്ല കോണിന് കയറിയാൽ കാണാം. ആയിക്കോട്ടെ. നല്ല രസമാണ് കാണാൻ തന്നെ. ഭയങ്കര ഭംഗിയാട്ടോ. നോക്കിയാണി ആളുകളൊക്കെ വരാറുണ്ട് കാണാൻ. ഫുള്ള് ഒരു ഉത്സവം പറഞ്ഞാൽ രാവിലെ തൊട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരേ ഉള്ളൂ. തന്നെയല്ലേ? ഫുള്ള് കവറിങ്, ഫുള്ള് രസല്ലേ? നിങ്ങൾ ഇതിന് ഇതാർക്കെങ്കിലും ആരും കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് വള്ളി? പിടിപ്പിച്ചു, ഞങ്ങളൊക്കെ പിടിപ്പിച്ചതാ. മതിലിന്റെ മുകളിലൊക്കെ വള്ളി കുഴിച്ചിട്ടാണ്. നല്ല വെയിലുണ്ടായ മതി തന്നെ. അവരെ വീട്ടിലെ കാഴ്ച ഇതായിട്ടാണ് കൂട്ടണം. ഇത്ര ഇതിൽ കിട്ടണില്ലേ അല്ലേ? നല്ലതാവും. വെറും 6 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ. 6 ദിവസം അല്ലേ? സംഭവം അടിപൊളി. ഒരു കിരീടം വെച്ച മാതിരില്ലേ നമ്മളെ ചായക്കടക്ക് ഒരു കിരീടം വെച്ച മാതിരി. ഫുള്ള് കവർ ചെയ്തെടുത്താൽ കാണാം. കവർ ചെയ്താലേ കളറ് ഇനിയും കൂടി ആ ഇലൊക്കെ കുറെ ഫുള്ള് പച്ചയായിട്ട് വരും. ഇതിപ്പോ എത്ര ദിവസമായി ഇപ്പൊ ആയിട്ട്? ഇതിപ്പോ ഇന്നത്തേക്ക് ഇപ്പൊ
ഫുള്ള് 5 ദിവസം ആവാനായി. 5 ദിവസമായി ഓരോന്നങ്ങനെ ഇത് ഫുള്ളാവാൻ ഞായറാഴ്ചൻ്റെ ഉള്ളിൽ ഫുള്ളാവും. ഫുള്ളാവും അല്ലേ? ഇനി കുറച്ചും കൂടി മുട്ട ഇടാണ്ട് ഞായറാഴ്ച ആകുമ്പോൾ ഒരു വ്യാഴാഴ്ചൻ്റെ ഉള്ളിൽ ഒറ്റ ഒന്ന് പോകും ഫുള്ള് പോയിക്കൊണ്ട്. വർഷാവർഷം ഈ സമയത്ത് ആളുകൾ സമയമുണ്ട് ഡിസംബർ ഇങ്ങനെ നവംബർ ഡിസംബറിലാണ് ഈ ഫുള്ള് കവറിങ് ആവുക. പിന്നെ ഓരോ പൂവ ഉണ്ടാവുള്ളൂ അല്ലേ? വിത്ത് ഉണ്ടാവാറുണ്ട് ഇതിന്? വിത്തില്ല, ഒരു വള്ളി ഉണ്ട്. അത് വിത്തായിരിക്കും. ഞങ്ങൾ ഇതൊക്കെ ഫുള്ള് കുഴിച്ചിട്ട് ഈ ചെടി ഇവിടെ എല്ലാവർക്കും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർക്കത് അല്ലെങ്കിൽ ഉണ്ടാവട്ടെ, എല്ലാവർക്കും തൊഴിൽ ഉണ്ടാവട്ടെ. ഭയങ്കര ഭംഗിയത് കാണാന്. അല്ല വണ്ടുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. വണ്ട് വെയിലിറക്കുന്നതിനനുസരിച്ച് വെയിലും തേനീച്ചകളൊക്കെ അല്ലേ ഇഷ്ടം പോലെ. പിന്നെ മുകളിലേക്ക് പോയ ആ ഒരു കിരീടം ഭയങ്കര രസമായി. അതൊരു ഇതിന്റെ മരം തോന്നുന്നു മറ്റേ കരിമരുത് എന്താ രസം കാണാൻ. ഇത് അടുത്ത് അവിടെ ലോങ് നിന്ന് കാണുമ്പോ തന്നെ ഭയങ്കര രസമാണ് കാണാൻ ഭംഗി. ഓ അടിപൊളിയാട്ടോ. അപ്പൊ ഇതാണ് കാഴ്ച. ആ കണ്ട് ഫോട്ടോ കണ്ട് നമ്മള് ഊട്ടിയിലൊക്കെ പോയ മാതിരി. അപ്പൊ നമ്മളെ ഉണ്ണിയാടന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ സ്ഥിരമായിട്ട് ഈ ഒരു സംഭവം കണ്ടിരിക്കാൻ അവരാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മോട് കാര്യങ്ങളൊക്കെ പറയണ കേട്ടാ. അപ്പൊ നിങ്ങളെ പേരെന്താ? തങ്കപ്പൻ. നിങ്ങളെ പേര്? ഷാജി. നിങ്ങളെ പേര് ഉണ്ണിയേട്ടൻ? ആന്റണി അല്ലേ? ഭയങ്കര കണ്ണിനൊരു കുളിർമ അല്ലത്. ഭയങ്കര സെറ്റപ്പ്. അപ്പൊ നമ്മള് ഈ ഒരു പൂവിന്റെ ഈ ഒരു ചെടിന്റെ ഉടമ നമ്മുടെ അടുത്ത് കേട്ടോ. ഈ സെന്ററിൽ നിൽക്കുന്ന ആളാണ്. നിങ്ങള് പേരെന്താ? നിഷിത. ഇവരുടെ പേരെന്താ? ശ്രീരേഖ. നിങ്ങളത്? സിന്ധു അല്ലേ? നിങ്ങള് കൂട്ടുകാരാണ് അല്ലേ? ഇതിപ്പോ ഒരു പറഞ്ഞു ഒരു 5 വർഷമായി പൂവിടല് തുടങ്ങിയിട്ട് തന്നെ അല്ലേ? നിങ്ങൾക്ക് എവിടുന്ന് ഇതിന് തൈ കിട്ടിയത്? ഞങ്ങളൊരു നഴ്സറിയിൽ നിന്ന് ഇത് മേടിച്ചതാണ്. ഒരു 2014 ലാസ്റ്റിലാണ് ഞങ്ങൾ മേടിക്കുന്നത്. അപ്പൊ ഞങ്ങളവിടെ ഒരു നല്ലൊരു മരം ഉണ്ട്. ഇത് പടർത്താനായിട്ടൊരു പാകത്തിന് വെച്ചാൽ പടരുമ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ശരിക്കും നല്ലോണം പടരുമല്ലോ എന്നുള്ളത്. കുഴിച്ചിട്ടപ്പം ഒരു 2 വർഷം കൊണ്ടാണ് ഇത് പടർന്നു കയറിയത്. അതാണ് ഈ ബാക്കിൽ കാണുന്ന മരമാണത്. 2018 കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് പൂക്കാൻ തുടങ്ങിയത്. അപ്പം ഈ പീടിന്റെ മേലേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം മരത്തിന്റെ മേലെ ഞങ്ങളെ മുറ്റത്ത് കയറി ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് തോന്നി എന്തായാലും പീടിന്റെ മേലേക്ക് വന്നാലൊരു നന്നാവുമല്ലോ. അപ്പോൾ ഉണ്ണിയേട്ടനോട് ചോദിച്ചപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, പൊതുവേ നമ്മളെ വീട്ടിലൊരു ചെടി വേറൊരു സ്ഥലത്തേക്ക് പടരാന്ന് പറയുമ്പോഴൊരു ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ വെട്ടൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ ധൈര്യമായിട്ട് ഉണ്ണിയേട്ടൻ്റെ കടയിലേക്ക് ഇത് പടർത്തി. പിന്നീടാണ് ശരിക്കും ഇതിൻ്റെ ഒരു കാഴ്ചയും മരത്തിന്റെ മേലെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ മുറ്റത്ത് കൂടെ വന്നിട്ട് ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. ഇപ്പൊ ഇത് വെച്ചാൽ ഒരു വേനൽക്കാലത്ത് വെയിൽ കഴിഞ്ഞ് മഴ പെയ്യണ സമയത്താണ് പൂക്കാറ്. ഇപ്പൊ ഇങ്ങനെ ഒരു മഴ ഇങ്ങനെ താളം തെറ്റി വരുന്നോണ്ടായിരിക്കും ഇങ്ങനെ ഒരു സമയം ഇങ്ങനെ സമയം തെറ്റി വരുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷമാണ് ഉണ്ണിയേട്ടന്റെ വീഡിയോയിൽ വരുന്നതിലും. അപ്പൊ ഞങ്ങൾ എല്ലാവരോടും പറയും ഇങ്ങനെ ഉണ്ണിയേട്ടന്റെ ചായക്കട ഇതാണ് ഫേമസ് ആവുകയാണ് ഇങ്ങനെ വരുമ്പോ, ഓരോ സമയത്ത് വരുമ്പോ. എന്തായാലും വലിയ സന്തോഷമാണ്. അപ്പൊ എല്ലാരും വരുന്നുണ്ട്, കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാന്. ഒരുപാട് ആളുകൾ ഇതിപ്പോ നിങ്ങൾ ഇത് ചെടി വെച്ചിട്ട് കുറച്ചായോ? ചെടി വെച്ചിട്ട് 2014 ലാസ്റ്റിലാണ്. 10 വർഷമായില്ലേ? അതെ. 19 കായ തുടങ്ങിയത്. ഇത് ഈ ഒരു മരമാണ് ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഈ ചെടി ഇത്രയും വളരാനുള്ളൊരു കാരണം. മരത്തിന്റെ മേലെ പിടിച്ചു, കാരണം വെയിലും എല്ലാം കൂടെ വരുന്നതുകൊണ്ടാണ്. പിന്നെ ഇത് ഗ്രിപ്പാണ് ഇതിന് ഭയങ്കര പ്രധാനം. നല്ല ഗ്രിപ്പ് ഇല്ലെങ്കിൽ ഇത് വളരുന്നില്ല. പലരും കൊണ്ടുപോയിട്ടും ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒരു മതിലോ ഒരു കോൺക്രീറ്റോ ഒരു മരോ അങ്ങനെയാണ് ഇത് പോകുന്നത്. ശരിക്കും മുന്നേ പ്രാവശ്യം ഇങ്ങനെ പോത്തിട്ടുണ്ട്, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ കൊതിക്കാൻ തുടങ്ങിയത് അതൊന്ന് കാണാന്. ഇന്നലെ അവിടെ ഞങ്ങൾക്ക് ഫോട്ടോസ് 6 ദിവസം ഉണ്ടാവുള്ളൂ. അതൊന്നും അങ്ങനെ 5-6 ദിവസം മഴ പെയ്താ നല്ല ഭംഗിയായിട്ട് കാണാം. ആ കളർ മഞ്ഞ കളറിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ വീടൊക്കെ ഫുൾ കവർ ചെയ്യാം. ഭയങ്കര ഭംഗിയുണ്ടാവും കേട്ടോ. ഞങ്ങൾ ഇന്നലെ മുതൽ റെഡി ആയിട്ട് നിൽക്കുക. അത് ഇഷ്ടപ്പെട്ട് ഇതിന്റെ കമ്പ് കൊണ്ടുപോകാറുണ്ടാരെങ്കിലും? പലരും കൊണ്ടുപോകാറുണ്ട്, പക്ഷെ പിടിച്ചിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ വളർന്നിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇവരെ കണ്ടതിൽ സന്തോഷം, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സംഭവം. കേരളത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. കേൾക്കുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഒരു വീട് തന്നെ ഇങ്ങനെ കവർ ചെയ്തിട്ട്. ഓക്കെ, കേട്ടില്ലേ? ഇങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ ഭയങ്കര രസമായിട്ടോ അത് കാണാൻ. ഓ അടിപൊളിയാണ്. ഇതല്ല ഈ ഒരു ചെടീന്റെ മുരടാണ് കേട്ടോ. ഇതുണ്ടോ ഇത്രയും വലുപ്പം കണ്ടില്ലേ? ഒരു മരത്തിന്റെ വലിയ മരത്തിന്റെ വള്ളിയാന്ന് പറഞ്ഞിട്ട് കാര്യം, പക്ഷെ വലിയൊരു വള്ളി തന്നെ. അത്രയും ഉറപ്പിലാട്ടോ സംഭവം. അടിപൊളി. അപ്പൊ നമ്മളെ ഈ ഒരു ചെടിയുടെ വീട്ടുടമസ്ഥൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്ത് പേരുകളെ?
എൻ്റെ പേര് സുരേഷ് എന്നാണ്. സുരേഷ് അല്ലേ. പിന്നെ നിങ്ങൾ എന്താ പറയാ എത്ര വർഷമായിട്ട് ഇത് നിങ്ങളിവിടെ ഇത് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പിന്നെ ഒരു യുണീക്കായിട്ടുള്ള സാധനം കൊണ്ടുവരിക എന്നുള്ള കാര്യം ഇപ്പം ഞാൻ വിദേശത്തായിരുന്നു പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന പല ചെടികളും കൊണ്ടുവരാനുള്ള അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അക്കാലത്ത് അങ്ങനെ വളരെ ഇപ്പോൾ സാധാരണ നമുക്ക് ഓടപ്പൂ പോലുള്ള ഒരു മഞ്ഞപ്പൂ ധാരാളം കിട്ടുന്നതാണ്. അപ്പോൾ അതിന് ബദലായിട്ട് അന്ന് ഒരു സാധനം സംഘടിപ്പിച്ചത് അത് ബേസിക്കലി അമേരിക്കൻ ഒറിജിനാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം കറക്റ്റ് ശാസ്ത്രീയ നാമത്തെക്കാളും കൂടുതൽ സാധാരണ ഗതിയിൽ വരുന്നത് പേര് പറഞ്ഞു യെല്ലോ ട്രംപറ്റ്. യെല്ലോ വൈൽഡ് ട്രംപറ്റ് അതാണ് ഈ ഒരു ഫ്ലവറിൻ്റെത്. അതെ അതെ, ഭയങ്കര രസമാണ് കാണാട്ടോ. അപ്പൊ അത് പിന്നെ ഈ ഫ്ലവറിങ് സമയത്ത് എങ്ങനെയാണ് ഇത് പിന്നെ മഴയും വെയിലും കൂടെ ഉണ്ടാകുന്ന ട്രാൻസിഷൻ സമയത്താണ് സാധാരണ ഗതിയിൽ കൂടുതലായിട്ടുണ്ടാവുക. അല്ലാതെ എല്ലാ മാസങ്ങളിലും ചിലപ്പോൾ ഒക്കേഷനിൽ ഉണ്ടാവുക, പക്ഷെ ഇത്രയും നിറയെ ഉണ്ടാവില്ല. പിന്നെ അത് വെച്ചാൽ സന്തോഷത്തിന്റെ കാര്യമാണല്ലോ ആളുകൾക്ക് വരിക, ഭയങ്കര സന്തോഷം. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ പിന്നെ നമുക്ക് പിന്നെ ഈ അതിർത്തി വരമ്പ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണല്ലോ. ചെടികൾക്കോ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അങ്ങനത്തെ കാര്യമില്ല. അപ്പൊ ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എൻ്റെ അയൽവാസികളിലെ ഉണ്ണിയേട്ടൻ്റെ കടയിലേക്ക് അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അതുകൊണ്ട് പുള്ളി അതിനെ സ്വീകരിച്ച് പുള്ളിയുടെ മനസ്സ് പോലെ തന്നെ അതിന്റെ പുള്ളിയും ഫ്ലവറിങ് പുള്ളിയുടെ കട നല്ല ഡെക്കറേറ്റ് ചെയ്തു. നമുക്ക് പൈസ കൊടുത്താൽ അങ്ങനെ ഒരു ഡെക്കറേഷൻ കിട്ടൂല്ലോ. ചിലർ കുഴിച്ചിട്ട് പോലെ ഇങ്ങനത്തെ നിങ്ങളെ രണ്ടാളുടെ മനസ്സിന്റെ അപ്പൊ ഉണ്ണിയേട്ടൻ അല്ല അങ്ങനത്തെ ഒരു മനസ്സിന്റെ ഉടമസ്ഥനാണ് ഉണ്ണിയേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഉണ്ണിയേട്ടന് അത് അർഹതപ്പെട്ടതാണ്. പിന്നെ ഇവിടെ കണ്ട നമ്മളിപ്പോ സപ്പോർട്ട് ഉണ്ട്, മാങ്ങിയുണ്ട്, ഇത് കൊണ്ട് കുറെയൊക്കെ വെളിയിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് നമുക്ക് മാത്രം ഉടമസ്ഥന്മാരല്ല, ഇതിന് കിളികളും പക്ഷികളും അതേപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഉടമസ്ഥന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ പറിക്കാറില്ല. ഇതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഒരുപാട് തേനീച്ചയൊക്കെ കാണാം. അപ്പൊ അവരെവിടുന്ന എത്തുന്നതെന്നൊക്കെ അറിയാം. അപ്പൊ അത് പ്രകൃതിയുടെ ഒരു കാര്യം, ഞങ്ങളതിൽ നിമിത്തമായി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു ഓരോ വർഷത്തിലും ഇതേപോലെ തന്നെ ഒരു ഉത്സവം പോലെ ഈ സമയത്ത് വരാറുണ്ട്. അതൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഓക്കെ. പിന്നെ നിങ്ങളൊക്കെ എത്ര മക്കളാ? എനിക്ക് ഒരാളാണ്, അവളാണ് അഡ്വക്കേറ്റാണ്, സാന്ദ്ര എന്ന പേര്. ഇവിടെ ഇല്ലല്ലോ? ഇല്ല, ആളില്ല, ആള് ഓടി പോയി. വേറെ വീട് കാര്യങ്ങളാട്ടത് ഒരു ചെറിയൊരു കുടുംബം. ഇത് പിന്നെ വീടിന്റെ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് വീടിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബെല്ലാലൂസ് എന്ന വീടിന്റെ പേര്. ബെല്ലാലൂസ് അല്ലേ? അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാല് ഞാൻ സ്പെയിനിലായിരിക്കുന്ന സമയത്ത് ഇത് സ്പാനിഷ് നെയിമാണ്, ബ്യൂട്ടിഫുൾ ലൈറ്റ് എന്നാണ് ഇതിന്റെ പേര്. ബ്യൂട്ടിഫുൾ ലൈറ്റ്. അപ്പൊ ഈ വീട് ഡിസൈൻ ചെയ്തപ്പോൾ ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം കറണ്ട് ഇല്ലെങ്കിലും ഉള്ളിൽ ധാരാളം വെളിച്ചെത്തുന്ന രീതിയിലാണ് ഇതിന്റെ വെന്റിലേഷനും ഡിസൈനും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് അനുയോജ്യമായ പേര് അക്കാലത്ത് എന്റെ ഈ സ്പാനിഷ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബെല്ലാലൂസ് എന്ന പേരിട്ടുള്ളത്. അതുപോലെ തന്നെ ആയും ചെയ്തു അതൊരു നിമിത്തം. അതാണ് സത്യത്തിലൊരു വെയിലടിക്കുമ്പോഴാണ് ഇതിന്റെ ഭയങ്കരമായൊരു കാഴ്ച. രാവിലെ ഒരു ഉദിപ്പ് വെയിലുണ്ടല്ലോ, ആ വെയിലിനാണ് ഇതിന്റെ മഞ്ഞ കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കുന്നത്. ആ സമയം ഞങ്ങൾക്ക് മിസ്സായിരുന്നു. രാവിലെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഭയങ്കര രസം. ഇനിയിപ്പോ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു സങ്കടം ഉണ്ടല്ലേ? അത് പോകുന്ന സമയത്ത് നമ്മൾ ഒരു പിന്നെ ഓണം വരാനും വിഷു വരാനും അല്ലെങ്കിൽ പെരുന്നാൾ വരാനൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹിക്കും. പക്ഷെ അത് അന്ന് ആ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഈ ദിവസം പോയല്ലോ എന്നുള്ളത്. പക്ഷെ അതേപോലെ തന്നെ ഇപ്പൊ ഇത് ഫ്ലവറിങ് ഞങ്ങൾ കാത്തിരിക്കും, പക്ഷെ പിന്നെ ഇത് കൊഴിയുമ്പോൾ ഭയങ്കര മനസ്സിന് സങ്കടമാണ് അല്ലേ? അതെ. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഏതായാലും ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഞങ്ങളുടെ എന്താ പറയുക സ്നേഹാന്വേഷണങ്ങൾ. താങ്ക് യു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരാം. സൂപ്പർ സംഭവം അല്ലേ? ഓക്കെ, താങ്ക് യു.